അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ മൊല്ലാക്ക ഈ വഴിക്കൊക്കെ? ഞങ്ങളെ തെരഞ്ഞു വന്നതാ. എന്താ കാര്യം? കാര്യങ്ങളിപ്പോ ഭയങ്കര ബേജാറില്ല. കാശും ശരിയായില്ല. ദിവസങ്ങൾ ഇന്നും നാളെ എടുക്കും. ഗൾഫിലുള്ള 2-3 ആൾക്കാർ കത്തെഴുതിയിരുന്നു. വിചാരിച്ച പോലൊന്നും ഉണ്ടായില്ല. നമ്മുടെ മഹലിൽ നിന്ന് കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടുമോ? പിരിവ് ഇപ്പൊ നാട്ടിലായാലും ഗൾഫിലായാലും വളരെ ഡിമ്മ. പിന്നെ ഇപ്പൊ മഹലിലെ ജനങ്ങളുടെ സ്ഥിതിയും വളരെ മോശ. പള്ളിയുടെ പിരിവായിട്ടും മദ്രസയുടെ പിരിവായിട്ടും ചെല്ലേണ്ടത് അവരുടെ അടുത്ത് തന്നെയല്ലേ. എന്തായാലും മൊല്ലാക്കക്ക് ഞാനൊരാളെ പറഞ്ഞുതരാം. മഹലിൽ നടന്ന് പിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ. ആളൊരു കോടീശ്വരനാണ്. ഇവിടെ അടുത്തുള്ള നമ്മളെ ആളന്നെയാണ്. ദുബായ്, ഖത്തർ, ഒമാൻ തുടങ്ങിയ സ്ഥലത്തൊക്കെ ഫാക്ടറികളുണ്ട്. ഒരു പക്ഷെ കാര്യം അദ്ദേഹത്തെ ധരിപ്പിച്ച നിങ്ങളെ സഹായിക്കാണ്ടിരിക്കില്ല. അപ്പൊ ഞാനൊരു പിച്ചക്കാരനാവും. എന്താ മൊല്ലാക്ക നിങ്ങളീ പറഞ്ഞത്? നിങ്ങള് പിച്ചക്കാരനാവ്? നിങ്ങള് മാന്യമായിട്ട് ചോദിക്കാനല്ലേ പോണത്. നിങ്ങള് വിഷമം പറഞ്ഞാ മതി. ആ ശരി, എന്നാ ഞാനൊന്ന് പോയി നോക്കട്ടെ. നിങ്ങൾ ആ വഴിക്കല്ലേ പോണ? നിങ്ങൾ വരി. അല്ല കല്യാണ വീര, അന്റെ കല്യാണച്ചോറ് ഞമ്മക്ക് അടുത്തെങ്ങാനും കിട്ടുവോ? വിഷമിക്കണ്ട, കല്യാണച്ചോറില്ലെങ്കിലും നെയ്ച്ചോറെങ്കിലും എനിക്ക് തരും. ഹലോ, ആ ഗൾഫിൽ നിന്ന് വന്ന റസാഖിന്റെ വീട് ഏതാ? ഇവിടെ അടുത്താന്ന് പറഞ്ഞു. ആ ഗൾഫിൽ നിന്ന് വന്ന റസാഖിന്റെ വീടല്ലേ? എന്താ കാര്യം? എന്റെ പെങ്ങളെ കല്യാണക്കാരെ അന്വേഷിക്കാനാണ്. ഓനെങ്ങനെ ആളെ? കൊഴപ്പില്ലല്ലേ? അത് ശരി, ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ. ഓനെ കൊണ്ട് കൊഴപ്പൊന്നുമില്ല. പക്ഷെ നിങ്ങക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? വേറൊന്നുമല്ല, ഓനിക്ക് ഗൾഫിൽ ആരൊക്കെ ഉണ്ടത്രേ. ഫിലിപ്പീനിയോ റഷ്യയോ അങ്ങനെ ഏതാണ്ടൊക്കെ നാട്ടിലെ പെണ്ണുങ്ങൾ ഉണ്ടെന്നാ പറയണേ. നമ്മളെന്തിനാ അതൊക്കെ അന്വേഷിക്കണം? നിങ്ങൾക്ക് വഴിയല്ലേ അറിയണ്ടു. നിങ്ങൾ അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ 2ാമത്തെ ടേണിങ് കഴിഞ്ഞ് 3ാമത്തെ വീട്. മനസ്സിലായില്ല? എന്നാ ശരി, പൊക്കോളൂ. അനക്ക് എന്താ ആവശ്യമുണ്ടായിരുന്നു ആ കല്യാണക്കാരിപ്പൊ മുടക്കാനായിട്ട്? കല്യാണം മുടക്കേണ്ട കാര്യം എന്താന്നോ? ഓൻ ഗൾഫിൽ നിന്ന് വന്നിട്ടേ നമ്മളൊരു 100 രൂപ വെച്ചിട്ടേ ഓൻ എനിക്ക് തന്നില്ല. ഓനിപ്പോ ഒരുമാതിരി കാറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഓനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോട്ടെ, പക്ഷെ കല്യാണം അത് നടക്കൂല. നല്ല സെറ്റപ്പ് വീടാണ് കേട്ടാ. നമ്മളെ പൂന്തോട്ടൊക്കെ ഉണ്ട് അവിടെ. തെങ്ങൊക്കെയുണ്ട്. എന്ത് വലിയ വീട് പഠിച്ചോല്. അല്ല, കാറുണ്ട് കേട്ടാ ഫ്രണ്ടിൽ തന്നെ. പുള്ളിക്കാരൻ ഉണ്ടാവോ? സെറ്റപ്പ് കാറല്ലേ? ഹാജരില്ല ഇവിടെ? അല്ല, ഹാജിയാർ ഇത്രക്ക് ചെറുപ്പമാണ്. എന്താ? ആരാണ്? ഉപ്പല്ലേ ഇവിടെ? ഡാഡി അകത്തുണ്ട്, വിളിക്കാം. അളിയനാണ് ആ ചെറുക്കൻ താടിയെന്ന് വിളിച്ചത്. മുണ്ടായിരിക്കണം അവിടെ. അല്ലേ? മുണ്ട്. കാണുന്നില്ലല്ലോ. അളിയാതെ കാറ്. ബാബാ വരണ്ട. ഓ, ഹാജിയാര് വന്നണ്ട. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ? ഒരു കാര്യം പറയാണ്ടായിരുന്നു. എന്ത് കാര്യം? എന്റെ മോളുടെ ഒരു കല്യാണക്കാര്യം. കേറിയിരിക്കും. കേറി വാ. പറയേ, എന്താ പ്രോബ്ലം? എന്റെ മോളൊരു കല്യാണക്കാര്യം ശരിയായിരുന്നു. 1,20,020 പവനാണ് കൊടുക്കാൻ നേറ്റത്. ഒന്നും ശരിയായിട്ടില്ല. ഹാജരന്മാരിലെ ആൾക്കാരെ കണ്ടിട്ട്. എന്താ നിങ്ങക്ക് ജോലി? ഞാൻ നാട്ടിലുള്ളൊരു പള്ളിയിലെ മൊയ്തീനാണ്. രാവിലെ ഒരു നേരം മദ്രസയുണ്ട്. കാര്യമായിട്ടൊന്നും കിട്ടണില്ല. അനക്കോ? പണിയേ ഇല്ല. മോനെ ഷാനു, അലമാര തുറന്ന നോട്ടിന്റെ കെട്ടെടുക്ക്. ഹലോ. പറയ്. ഞാൻ തന്നെയാണ്. പറയ്. അളിയാ, നമുക്ക് കല്യാണം ഗംഭീരമാക്കണം. ബെഞ്ചോറും നെയ്ച്ചോറൊന്നും വേണ്ട, ചിക്കൻ ബിരിയാണി തന്നെ ആയിക്കോട്ടെ. എന്തേ? എന്നാലും ബാക്കി ഉണ്ടാവും കായ്. മിണ്ടല്ലേ, അള്ളാനെ മറന്ന് പറയല്ലേ.
അല്ല കണ്ടറിഞ്ഞതാവും. അല്ലാ. ഓക്കെ, ഞാൻ വിളിക്കാം. ഹാജരെ കണ്ട കാര്യങ്ങളൊക്കെ ഉഷാറാവുന്ന കേട്ടു. അങ്ങനെ വന്നാ ചോദിച്ചു വന്നവരാരും വെറും കൈയോടെ പോയിട്ടില്ലാന്നും കേട്ടു. ആ, അത് ശരിയാണ്. വന്നവരാരെയും ഞാൻ വെറും കൈയോടെ വിട്ടിട്ടില്ല. മേടിക്ക്, മേടിക്ക്. വേറെയും കെട്ടെടുക്കുന്നുണ്ടല്ലോ. ദാ ഇത് വെച്ചോളൂ. ഏതായാലും ഒരു പെൺകുട്ടിയുടെ കാര്യമല്ലേ, ഇരിക്കട്ടെ. അല്ല, റെസീറ്റ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ല, ഇല്ലെങ്കിൽ വേണ്ട. എന്നാ ശരി. അപ്പൊ പോട്ടെ. ഹലോ. ഒരു ഫോൺ വിളി. ആ, ഓ. ഹലോ, ആ. ഹലോ, ഹലോ. ആ, ഇവിടെ, ഇവിടെ, ഇവിടെ. ഏ, ആ, ഇജ്ജൊരു പൊടിക്കടങ്ങേട്ടാ. 50 രൂപ തന്നിട്ട് രസീപ്റ്റ് നമുക്ക് ഹാജിയാരി. മാമോ, ഓ, ഈയല്ലേ പറഞ്ഞത് ബാക്കി കാശുണ്ടാവുന്ന്? 50 ഉറുപ്പ്യ തന്നത്. എന്തേ കോഴി ബിരിയാണിക്ക് 40 അല്ലേ? ബാക്കി 10 കായുല്ലേ അളിയൻ? ബാ പറഞ്ഞ് നമ്മക്കാണ് കുറ്റം. അല്ലാന്ന് ഇങ്ങക്ക് എന്തു പറ്റി? നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മാമ ഇവിടെ? ഓൻ ആ ചായപ്പീടിയെ കയറി. ഓന് പിന്നെ തിന്നലല്ലേ പണി, എൻ്റെ അല്ലേ ബാക്കി. മദ്രസയിൽ നിന്ന് വരുമ്പോൾ പ്രസിഡന്റിനെ കണ്ടിരുന്നു. ആ, മോളുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ പ്രസിഡന്റ് ആളെ പറഞ്ഞു തന്നു. ആര്? നമ്മുടെ ആചാര്യല്ലേ, ആ, പോളുടെ അക്കരെയുള്ള, ആ, ആ. അവിടെ പോയിരുന്നു. എന്നിട്ട് കാര്യമായി വല്ലതും കിട്ടിയാ? കിട്ടി, കാര്യമായിട്ട് തന്നെ കിട്ടി. എന്ത്? 50 രൂപ. മാന്യമായിട്ട് ജീവിക്കാൻ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ആ ആചാരപ്പെടാൻ ചവിട്ടില്ലായിരുന്നു. 50 ഉറുപ്പ്യം തന്നിട്ട് റെസീറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു. എന്താ മനുഷ്യന്റെ അവസ്ഥ! സുബ്ഹാനല്ലാഹ്. എൻ്റെ മോളെ റബ്ബ് കൈവിടിയില്ല. ഓളുടെ പാതിരാംസ്കാരം കരുത്തുണ്ടാവും. കളിക്കണോ ചിരിക്കണോ എന്നല്ലാതെ മനസ്സിലാകെ ബേജാറാ. തരാന്ന് പറഞ്ഞവരൊക്കെ ഒഴിഞ്ഞു മാറുക. പണ്ടത്തിന്റെ കാര്യം ആരോടും പറഞ്ഞിട്ടുണ്ടോ? അങ്ങാടിയിലെ റെയ്ഹാൻ ജ്വല്ലറിക്കാരനോട് പറഞ്ഞു. സ്വർണം കടം വാങ്ങാൻ പറ്റില്ലല്ലോ, പലിശയല്ലേ. എന്തായാലും ഓന്റെ അടുത്തുനിന്ന് കാശ് കടം വാങ്ങി ഓന്റെ ജ്വല്ലറിയിൽ തന്നെ സ്വർണം വാങ്ങാം. അതേ ഒക്കൂ, എന്നാ പലിശയും വരില്ല. അളിയ, ആ സൗദിയിലുള്ള കരിമ്പനക്കൽ മജീദ് അളിയന്റെ പേരിൽ 1 ലക്ഷം രൂപ അഴിച്ചിട്ടുണ്ടെന്ന് അങ്ങാടിയിലൊക്കെ പാട്ടാണല്ല. മഹമൂ, ആരാ പറഞ്ഞു? എന്താ പറഞ്ഞു? അളിയന് 1 ലക്ഷം രൂപ അഴിച്ചിട്ടുണ്ടെന്ന്. ആൾക്കാർക്ക് എന്തും പറയാം. മജീദൊക്കെ തന്നത് ആകെ 2000 ഉറുപ്പ്യ. അല്ലളിയ, ബാക്കി കായ എങ്ങനെ കൊടുക്കുക? ദിവസം അടുത്ത് വരികയല്ലേ. 50,000 ഉറുപ്പ്യ കൊടുത്തില്ല എന്റെ മാമൂ. അതെന്നെ പടച്ചോൻ എങ്ങനെയൊക്കെയോ സഹായിച്ചതാ. ഇനി എന്താ ചെയ്യാന്ന് എനിക്കൊന്നും അറിയില്ല. കല്യാണത്തിന് വല്ലതും കിട്ടാതിരിക്കുവോ? ആ പ്രതീക്ഷയില. മുഞ്ചുള്ള പെണ്ണിന്റെ
കല്യാണരാവിൽ കൈകൊട്ടി പാടുന്ന കിന്നാരം മഞ്ചാടിക്കുന്നിലെ പുതുമാരനൊത്ത് രസിച്ചിടും രാവിന്നലങ്കാരം മധുരപ്പൂ തേൻകുടം മാരനു നൽകാനായി മണിയറയണയുന്ന പുതുനാരി പെണ്ണിന്റെ ചിരി ചിരി തൂകുന്ന ചുണ്ടത്ത് സ്നേഹ മധുവിധു കൊണ്ടൊരു മണിമുഴക്കം മുഞ്ചുള്ള പെണ്ണിന്റെ കല്യാണരാവിൽ കൈകൊട്ടി പാടുന്ന കിന്നാരം മഞ്ചാടിക്കുന്നിലെ പുതുമാരനൊത്ത് രസിച്ചിടും രാവിന്നലങ്കാരം കൈകൊട്ടി പാടുന്ന കിന്നാരം മണവാട്ടി സൗദാന്റെ മനസ്സെന്ന കൊട്ടാരം പൂത്തിരി കത്തുന്ന അഴകാർന്ന കല്യാണം മുഞ്ചുള്ള പെണ്ണിന്റെ കല്യാണരാവിൽ കൈകൊട്ടി പാടുന്ന കിന്നാരം മഞ്ചാടിക്കുന്നിലെ പുതുമാരനൊത്ത് രസിച്ചിടും രാവിന്നലങ്കാരം മധുരപ്പൂ തേൻകുടം മാരനു നൽകാനായി മണിയറയണയുന്ന പുതുനാരി പെണ്ണിന്റെ ചിരി ചിരി തൂകുന്ന ചുണ്ടത്ത് സ്നേഹ മധുവിധു കൊണ്ടൊരു മണിമുഴക്കം മുഞ്ചുള്ള പെണ്ണിന്റെ കല്യാണരാവിൽ കൈകൊട്ടി പാടുന്ന കിന്നാരം മഞ്ചാടിക്കുന്നിലെ പുതുമാരനൊത്ത് രസിച്ചിടും രാവിന്നലങ്കാരം